ശബരിമലയിൽ രണ്ടാം ദിവസമായ ഇന്ന് വൃശ്ചിക 2 ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇതവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനത് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു, ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. 2, ഞാനിപ്പോൾ ശ്രീജിത്തിന്, അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും, 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ഇറങ്ങണം. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും. രാത്രിയൊക്കെ 4, 5 മണിക്കൂർ നിന്നവരെ എനിക്കറിയാം. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ 20ഓളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല. കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല. എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല, അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്ന അവർ വിചാരിക്കുന്നു. ഇന്ന് നമ്മളതിനെ സമഗ്രമായിട്ട്, കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല. 20 ക്യൂ കോംപ്ലക്സിൽ ഒരെണ്ണത്തിനകത്ത് 500-600 പേരൊക്കെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും, ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല, കൂടുതൽ എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ടിരിക്കാമെന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും. അവിടെ കുറച്ച് 20-നകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും. ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം. അതിനുവേണ്ട അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കണം. ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, അത് അനൗൺസ്മെൻറ്റ് വേണം. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ശീലം അതല്ലല്ലോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് തുറന്നു വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു കോർഡിനേറ്ററായിട്ട് ഒരാളെയും വെച്ച് ഇത് പറയും, നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു വിടാം. ഇത് അങ്ങനെയാണെങ്കിൽ പതുക്കെ ഈ ആളുകൾ നിന്ന് ബോധം കെട്ട് വീഴുന്നൊരു സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കും. ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് നിലയ്ക്കലിൽ കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല. കൂടുതൽ ബുക്കിങ്ങിന് വേണ്ടി, വിർച്വൽ ക്യൂവിൽ അല്ല, സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത്. അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിനുവേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് 7 അഡീഷണലായിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലയ്ക്കലിൽ ഇന്ന് സ്ഥാപിക്കും. ഒരു 3-4 മണിയോട് കൂടി 7 എണ്ണം. പമ്പയിലുള്ളത് 4 മറ്റുള്ള ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, അതവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി 7 എണ്ണം അഡീഷണലായിട്ട് നിലയ്ക്കലിൽ നമ്മൾ സ്ഥാപിക്കും. സോ ദാറ്റ് സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിലയ്ക്കൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പമ്പയിലെത്തി കൃത്യമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാവണം. ശ്രീജിത്തിനുള്ളതെല്ലാം ഞാൻ കത്ത് മുഖേന തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അതിരിക്കൊണ്ട് 2-3 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് മാറിക്കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ലോവർ തിരുമുറ്റത്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയമാവുന്നുണ്ട്. അവരെ കുറേശ്ശെ 18-ാം പടി കയറ്റാൻ അനുവദിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലെ പ്രതിസന്ധി. വേറെയും കൊച്ചു പ്രതിസന്ധികളുണ്ട്. എംപ്ലോയീസിൻ്റെ മെസ്സ് തയ്യാറായിട്ടില്ല. അതൊക്കെ പിന്നെ ചെറിയ കാര്യങ്ങളാണ്, ചെറുതല്ല. ഭക്ഷണക്കാര്യം വലിയ കാര്യം തന്നെയാണ്. അവർക്കെല്ലാം അന്നദാന മണ്ഡപത്തിൽ അന്നദാനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 21-ാം തീയതി വരെ ആവും എംപ്ലോയീസിൻ്റെ മെസ്സ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവാൻ. പല കാരണങ്ങളാണ്. കാരണം 16-ാം തീയതി മറ്റാണ് അയാൾക്ക് ഇത് ഓർഡർ കൊടുത്തിരിക്കുന്നത്.